ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله فإن خير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم بعباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ബഹുമാന്യരായ സത്യവിശ്വാസികളുടെ വിശ്വാസം, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ഉണ്ടാവണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മതമായ ഇസ്ലാം ഒട്ടേറെ വിമർശനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, ഒരു സാഹചര്യമാണ്. പലപ്പോഴും പല വിമർശനങ്ങൾ മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ചില സന്ദർഭങ്ങളിലൊക്കെ ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും അത് ഇസ്ലാമിൽ മുസ്ലിങ്ങൾക്ക് അപമാനമായി കാണുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സന്ദർഭങ്ങൾ എന്ത് സമീപനം സ്വീകരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുസ്ലിങ്ങൾ ഇത്തരം ഘട്ടങ്ങളിൽ ബഹുമുഖമായ പ്രതികരണ രീതികളാണ് അവലംബിക്കാറുള്ളത്. പ്രചണ്ഡമായ ഈ പ്രചാരണത്തിൽ നാമമാത്രമായ ചില മുസ്ലിങ്ങളെങ്കിലും ഈ സമൂഹത്തിൽ, ഈ ഉമ്മത്തിൽ ജനിച്ചു പോയല്ലോ എന്നതിൽ നിരാശ പ്രകടിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് അപമാനമായി കാണുന്ന, അതൊരു തരത്തിലുള്ള അപകർഷതാബോധവുമായി ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. പലപ്പോഴും അത്തരം ആളുകൾ ഇവരുടെ വളരെ ആസൂത്രിതവും അതുപോലെ തന്നെ വളരെ വ്യക്തമായ രീതിയിലുള്ള ഈ പ്രചാരണങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ വരികയും അങ്ങനെ താൻ ഉൾക്കൊള്ളുന്ന ഈ സമൂഹം ഗതികേടിലാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടായേക്കാം. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ദൃഢമായ വിശ്വാസമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രതിസന്ധികൾ അത് മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ബോധ്യവും അതോടൊപ്പം തന്നെ താൻ വിശ്വസിക്കുന്ന ആശയം, ആദർശം അത് വളരെ കൃത്യമായി ദൈവികമാണ് എന്ന ചിന്ത അയാളുണ്ടാകും. ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും അഭിമാനത്തോടെ ഞാൻ ഒരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള വ്യാകുലതയുമില്ലാതെ ഉച്ചൈസ്വരം അത് പ്രഖ്യാപിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയും. നമ്മൾ ആലോചിച്ച് നോക്കും, ഏത് കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വിമർശനങ്ങൾക്ക് എടുത്തു പരിശോധിച്ചാൽ അധികമൊന്നും വിജ്ഞാനമില്ലാത്ത, അറിവില്ലാത്ത, അല്ലെങ്കിൽ അറിവ് ആവശ്യമില്ലാത്ത ആളുകളാണ് ഈ വിമർശനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതര മതസ്ഥരായ ആളുകൾ, അതുപോലെ തന്നെ അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ, അത് ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളാകട്ടെ മതപരമായ പ്രത്യയശാസ്ത്രങ്ങളാകട്ടെ, അവരൊന്നും പലപ്പോഴും വിമർശനത്തിന് അതീതരായതുകൊണ്ടോ അല്ലെങ്കിൽ അതിന് പോരായ്മ ഇല്ലാത്തത് കൊണ്ടോ അല്ല അവർ വിമർശിക്കപ്പെടാത്തത്. പലപ്പോഴും ആളുകൾക്കിടയിൽ പോപ്പുലറാകുവാൻ, അറിയപ്പെടുവാൻ, പേജുകളിൽ നിറഞ്ഞു നിൽക്കുവാൻ ഏറ്റവും കൂടുതൽ സൗകര്യമുള്ളത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെ വിമർശിക്കുക എന്നുള്ളതാണ്. അതിന് പ്രത്യേകമായ അറിവിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്.
അറിവില്ലായ്മയാണ് പലപ്പോഴും അവരുടെ പിൻബലത്തിൽ. ചില സന്ദർഭങ്ങളിലേക്കുള്ള അത്തരം വിമർശകരായ ആളുകൾ മുസ്ലിങ്ങളെ കുറിച്ച് പറയാറുള്ളത്, ബാങ്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ അക്ബർ ദ ഗ്രേറ്റ്, അക്ബറിനെ പുകഴ്ത്തുന്ന ഒരു മതം മറ്റൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ അറബി മലയാളത്തിലുള്ള വിശുദ്ധ ഖുർആനെ കുറിച്ച് പരാമർശിക്കുന്ന ചില ആളുകളുണ്ട്. വിവരമില്ലായ്മയുടെ അങ്ങേയറ്റമാണ്. ഒരു പരിധിവരെ നമ്മുടെ നിരുത്തരവാദിത്വം അതിൽ പ്രകടമാണതാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടാകുന്നത് പലപ്പോഴും ഇസ്ലാമിന്റെ യഥാർത്ഥ തനരൂപം, അതിന്റെ യഥാർത്ഥമായ വിശ്വാസ ആചാരങ്ങൾ അത്തരം ആളുകളിലേക്ക് എത്തിപ്പെടുന്നില്ല എന്ന ചിന്ത നമ്മെ അലോസരപ്പെടുത്തേണ്ടത്, നാം അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. മുസ്ലിം എന്ന ആ ഉത്തരവാദിത്വം, ബാധ്യത നാം നിർവഹിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ അത്തരം ആളുകളുടെ പ്രതികരണം നമ്മെ സഹായിക്കേണ്ടത്. എന്തു തന്നെയായാലും ഇസ്ലാമിനെ എടുത്ത് പരിശോധിക്കുമ്പോൾ അത് ഏത് കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ എമ്പാടും ഉണ്ടായിട്ടുണ്ട്. ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സൂക്തമാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. നമുക്കറിയാം, സൂറത്തു സുഫിലൂടെ അല്ലാഹു പറയുന്നു, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. ഇത്തരം ആളുകൾ അല്ലാഹുവിന്റെ പ്രകാശത്തെ അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വല്ലാഹു മുത്തിമ്മു നൂരിഹി, അല്ലാഹു അവന്റെ പ്രകാശം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, അവിശ്വാസികളായ ആളുകൾ, ഇവിടെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിരീശ്വരവാദികളാകട്ടെ, അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി മാത്രം മുന്നോട്ട് വരുന്ന ചില ആളുകളാകട്ടെ, അവർക്ക് എന്തെന്ന് പ്രതീക്ഷകൾ ഉണ്ടായാലും വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം, അല്ലാഹുവിന്റെ പ്രകാശത്തെ അവരുടെ വായകൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരിക്കലും ഇല്ലാതാക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല. വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവിശ്വാസികളായ ആളുകൾക്ക് എന്ത് പ്രയാസമുണ്ടായാലും അല്ലാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ, അവനാണ് ഒരു ദൂതനെ സന്മാർഗവുമായി നിയോഗിച്ചവൻ, വദീനുൽ ഹഖ്, അതുപോലെ തന്നെ സത്യപ്രകാരമുള്ള മതവുമായി നിയോഗിച്ചവൻ, ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, മറ്റു മുഴുവൻ മതങ്ങളുടെ മേൽ അതിന്റെ അധീശത്വം, അതിന്റെ ആധിപത്യം ഉണ്ടാകത്തക്ക രീതിയിലാണ് ഈ സത്യ മതത്തെ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത്. വലൗ കരിഹൽ മുശ്രികൂൻ, ബഹുദൈവ വിശ്വാസികളായ ആളുകൾ അതിനെ ഇഷ്ടപ്പെടാതില്ല. നമ്മൾ ആലോചിച്ചപ്പോൾ ആദ്യത്തെ ആയത്ത് അവസാനിച്ചത് വലൗ കരിഹൽ കാഫിറൂൻ, സത്യനിഷേധികൾ, ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ, പരലോക ബോധമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ അതിനെ പരിഹസിക്കുന്ന ആളുകൾ, അത്തരം ആളുകളെ കുറിച്ചാണ് പരാമർശിച്ചത്. രണ്ടാമതായി പറഞ്ഞത് ബഹുദൈവ വിശ്വാസികൾ, അവർക്ക് ആ വിശ്വാസമുണ്ട് ദൈവത്തിൽ, പക്ഷേ അവരുടെ പല കാര്യങ്ങളും ദൈവത്തിലേക്ക് എത്തിക്കുന്നതിൽ മുമ്പ് മൺമറഞ്ഞു പോയ പുണ്യപുരുഷന്മാരോ മറ്റോ ആണ് എന്ന് വിശ്വസിക്കുകയും അങ്ങനെ ബഹുദൈവത്വം അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാത്ത അതല്ല, അതിൽ ആണ്ട് ജീവിക്കുന്ന വ്യക്തികൾ. ഇങ്ങനെയുള്ള രണ്ടു കൂട്ടരും അസ്വസ്ഥരായാലും അവർക്ക് അനിഷ്ടമുണ്ടായാലും അല്ലാഹുവിന്റെ പ്രകാശം അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു. മറ്റൊരു സ്ഥലത്ത് കാണാൻ കഴിയും, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഒരിക്കലും ബലഹീനരാകേണ്ടതില്ല, അതുപോലെ തന്നെ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഔന്നിത്യബോധമുള്ള ഔന്നിത്യമുള്ള സമൂഹം എന്ന് വിശുദ്ധ ഖുർആൻ പറയും. ഈ ആയത്തുകളൊക്കെ ഇറങ്ങിയ പശ്ചാത്തലം നാം പ്രത്യേകം പഠന വിധേയമാക്കുന്നുണ്ട്. ഈ 3 ആയത്തുകൾ ഞാൻ സൂചിപ്പിച്ച ഈ 3 ആയത്തുകൾ ഇറങ്ങിയത് ഉഹദ് യുദ്ധത്തിനോടനുബന്ധിച്ചാണ്. ഉഹദ് യുദ്ധം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അപമാനം ഉണ്ടാക്കിയ ഒരു സന്ദർഭം, ഒരു സാഹചര്യമായി. ബദറിൽ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന വലിയ വിജയത്തിന് ശേഷം എല്ലാ നിലക്കും ഇസ്ലാം അംഗീകരിക്കപ്പെട്ട് വന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഉഹദ് യുദ്ധം ഉണ്ടായത്. ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടു. പരാജയം എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കുമുള്ള പരാജയമായി. ആ കാലഘട്ടത്തിൽ മദീനയിൽ വരുന്ന 1000-ൽ പരം വരുന്ന വിശ്വാസികൾ മാത്രമാണ് ലോകത്ത് തന്നെ ഉണ്ടായിരുന്നത് മുസ്ലിങ്ങളായിട്ട്. അവിടെ ഉണ്ടായിരുന്ന ജസീറത്തുൽ അറബിലുണ്ടായിരുന്ന മറ്റു ആളുകളൊക്കെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളായിരുന്നു. ഒരു ഇര സിംഹത്തിന്റെ കയ്യിൽ പെട്ടതുപോലെയായിരുന്നു ആ കാലഘട്ടത്തിൽ മറ്റുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഉഹദ് യുദ്ധം എന്നത്. എന്നാൽ ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ അമ്പെ പരാജയപ്പെട്ട് അങ്ങേയറ്റം നിരാശരായിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആൻ ഈ പ്രതീക്ഷ നൽകുന്ന ഈ പ്രഖ്യാപനം ഉണ്ടാക്കുന്നത്. അന്ന് ഇസ്ലാം ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തും എന്നുള്ളതിനെ കുറിച്ച് ഒരു അറിവും ലോകത്തൊരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല, പ്രപഞ്ചനാഥൻ ഒഴികെ. ആ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള പ്രഖ്യാപനം നടത്തുകയും
കേവലം 23 വർഷക്കാലം കൊണ്ട് തന്നെ ജസീറത്തുൽ അറബിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തുകയും അതിനുശേഷം 30 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സന്ദേശം എത്തുകയും ചെയ്തതായ ചരിത്രം പഠിക്കുന്ന ഏത് വ്യക്തിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വകവരുത്തുവാൻ, അവരെ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടും ആ മതം അത് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുക തന്നെയാണ്. നമുക്കറിയാം, ഇന്നും ലോകത്തെ മതങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ളത് അത് വളരെ കൃത്യമായി പഠനം നടത്തിയ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. ഈ പരാമർശങ്ങൾ, ഈ വിമർശനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റായ തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ജൈത്രയാത്ര അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആളുകളിലേക്ക് അത് കൂടുതൽ കൂടുതൽ എത്തുകയും ആളുകൾ അതിൽ ആശ്ലേഷിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ ലോകത്തെ ആകമാനം നമുക്ക് കാണാൻ കഴിയും. ലോകത്തിന്റെ വിവിധ മതങ്ങൾ, പ്രമുഖ മതങ്ങളൊക്കെ ശോഷിക്കുന്ന അല്ലെങ്കിൽ നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും ഇസ്ലാം അത് അജയ്യമായി നിലകൊള്ളുകയും അതിന്റെ സന്ദേശം ആളുകൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സാഹചര്യം ഇന്നും നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് അത് സാധിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ ഇത്തരത്തിലുള്ള അപമാനീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള പ്രചാരണം അത് നമ്മെ ഒരു തരത്തിലുള്ള പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ ആകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ചില പോരായ്മകളുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടത്. വളരെ കൃത്യമായി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്ന് നാം മനസ്സിലാക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. നമ്മൾ ആലോചിച്ചപ്പോൾ അവിടെ ഏറ്റവും പ്രധാനം വേണ്ടത് വിശ്വാസം തന്നെയാണ്. ഇന്ന് ലോകത്താകമാനം വളരെ വലിയ ചർച്ചകൾ നടന്ന ഒരു രാഷ്ട്രമാണ് ഫലസ്തീൻ. നമുക്കെല്ലാവർക്കും അറിയാം, അവിടെ ഇസ്രായേലിന്റെ പ്രഖ്യാപനം നിഷേധ ഫലസ്തീനെ വടിച്ചു കളയുക, ഇല്ലാതാക്കുക, ഭൂലോകത്ത് തന്നെ അവരെ നാമാവശേഷമാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ അവർക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, ആ ഫലസ്തീനികളുടെ വിശ്വാസദാർഢ്യത ലോകത്തിന് മുമ്പിൽ തന്നെ വളരെ കൃത്യമായി പ്രകടമാക്കപ്പെട്ട ചില സാഹചര്യങ്ങളുണ്ടായി. ഈ യുദ്ധ രംഗത്ത് ചെറിയ ചെറിയ പ്രയാസങ്ങൾ വന്ന സന്ദർഭത്തിൽ തന്നെ ഇസ്രായേലിലുള്ള ഒട്ടേറെ ആളുകൾ ആത്മഹത്യ ചെയ്ത വാർത്തകൾ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചു. നാം ചിന്തിച്ചു നോക്കൂ, 60,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ട് ഒരുപാട് ആളുകളുടെ ഏറ്റവും വേണ്ടപ്പെട്ട കുറ്റവരായ ആളുകൾ മരണപ്പെടുകയും അവരുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കപ്പെടുകയോ അല്ലെങ്കിൽ തകർക്കപ്പെടുകയോ ചെയ്തിട്ടും എല്ലാ നിരക്കുള്ള മാനസികമായ വ്യതകൾ, പ്രയാസങ്ങൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടും ഒരു ഫലസ്തീനി പോലും ആത്മഹത്യ ചെയ്തതായി എവിടെയും ഒരു വാർത്തയും നമുക്ക് കാണാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ അവരുടെ വിശ്വാസദാർഢ്യതയാണ് അത് പ്രകടമാക്കുന്നത്. ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഏത് രംഗത്തും എവിടെയും അതിജയിക്കുവാൻ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള തെറ്റായ രീതിയിലുള്ള പ്രചാരണം വരുന്ന സന്ദർഭത്തിലേക്കും അത് ഒരു അപമാനമായി കണ്ട് ഈ സമൂഹത്തിൽ ഞാൻ ജനിച്ചു പോയല്ലോ എന്ന ചിന്ത ഒരിക്കലും ഒരു ഉറച്ച വിശ്വാസിയെ ഒരിക്കൽ ബാധിക്കുകയില്ല എന്ന തിരിച്ചറിവാണ് ഇതിലൂടെയൊക്കെ തന്നെ നമുക്കുണ്ടാവുന്നത്. ഈ ആയത്തുകളെ പരാമർശിച്ചതിന് ശേഷം സൂറത്ത് സുഫിലൂടെ തന്നെ അള്ളാഹു പറയുന്നു എങ്ങനെയാണ് ഇതിനെ മറികടക്കുക എന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന സന്ദർഭത്തിൽ ഏത് രീതിയിലാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാഹചര്യങ്ങളിൽ അവർ ഇടപെടേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തുന്ന ആയത്തുകൾ തുടർച്ചയായി കാണാൻ കഴിയും. അവിടെ ഒന്നാമതായി അള്ളാഹു പറയുന്നു, നിങ്ങൾ അള്ളാഹുവിലും അതുപോലെ തന്നെ അവരുടെ ദൂതനിലും വിശ്വസിക്കുക എന്നതാണ്. ആ വിശ്വാസം കേവലം നമ്മുടെ അതിരങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകളാകരുത്, മറിച്ച് നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ കൊത്തിവെക്കപ്പെട്ട അങ്ങനെ കർമ്മനിരതമാക്കുന്ന വിശ്വാസം ദൃഢമായ വിശ്വാസമാണ്. ആ വിശ്വാസം ഉണ്ടായെങ്കിൽ ഏത് നിലക്കുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ത്രാണി ആ വിശ്വാസം നമുക്ക് നൽകുമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ അങ്ങനെയുള്ള വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഫലവത്തായ ഒരു പാർശ്വത്തിലാണ് പിടിച്ചിട്ടുള്ളത്. ഒരിക്കലും അറ്റുപോകാത്ത, ഒറിഞ്ഞു പോകാത്ത അല്ലെങ്കിൽ തകർന്നു പോകാത്ത നിലക്കുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. ആ വിശ്വാസം അവരെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും. തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നു, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് രണ്ടാമതായി നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗമായി അള്ളാഹു സൂചിപ്പിക്കുന്നത്. ജിഹാദിന് കേൾക്കുന്ന മാത്രയിൽ തന്നെ പലപ്പോഴും പലതരമുള്ള തെറ്റായ ധാരണകൾ നമ്മുടെയൊക്കെ തന്നെ ചിന്തകളിലേക്ക് വന്നതാണ്. ലോകത്ത് ഇത്രയധികം വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പദങ്ങൾ വളരെ ചുരുക്കമായിരുന്നു. ജിഹാദ് എന്ന് കേൾക്കുന്ന സന്ദർഭത്തിൽ തന്നെ ആയുധമെടുത്ത് പോരാടാനുള്ള ഒരു സന്ദേശമായി അല്ലെങ്കിൽ അതാണ് അതിന്റെ ആശയം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിഹാദ് എന്ന് പറയുമ്പോൾ പിശാചിനോടുള്ള ജിഹാദാണ് ഏറ്റവും വലിയ ജിഹാദ്. തിന്മയിലേക്ക് പോകാതെ
നന്മയിൽ ഉറച്ചു നിന്നുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രചോദനം ഉണ്ടാക്കുക എന്നുള്ളത് ജിഹാദിന്റെ ഏറ്റവും വലിയ ഘടകമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാം പല സന്ദർഭങ്ങളിലായി കേട്ടിട്ടുണ്ട്. ഒരു വലിയ യുദ്ധം കഴിഞ്ഞു വരുന്ന ഘട്ടത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ക്ഷീണിച്ച് അവശരായ അവരോട് പറയുന്നത്, നിങ്ങൾ ഇതിനേക്കാൾ വലിയ ഒരു ജിഹാദിനേക്കാൾ പോയിക്കൊണ്ടിരിക്കുന്നു. അവർ ചോദിച്ചു, അത്ഭുതത്തോടു കൂടി അവർ അന്വേഷിച്ചു, ഏതാണ് ജിഹാദ്? ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു അടിമ അവന്റെ ദേഹേച്ഛയോട്, അവന്റെ ശരീരത്തിന്റെ ആവശ്യങ്ങളോട് അവൻ നിർവഹിക്കുന്ന ജിഹാദാണ്. നമ്മുടെ ശരീരത്തിന് പല താല്പര്യങ്ങളുണ്ടാകും. പലപ്പോഴും ആ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തിന്മകളിൽ അകപ്പെടുന്ന സന്ദർഭത്തിൽ മനസ്സിനെ പതറാതെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അവിടെയാണ് ഒരു വിശ്വാസിയുടെ ജിഹാദിനുള്ള വിജയം എന്നത്. അങ്ങനെ ജിഹാദിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചരിക്കുന്നതിൽ അവന് എളുപ്പമായിരിക്കും. വിശുദ്ധ ഖുർആൻ തന്നെ മറ്റൊരിടത്ത് സൂചിപ്പിക്കുന്നത്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ. നമ്മുടെ ഈ മാർഗത്തിൽ ആർ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നു, ജിഹാദിൽ ഏർപ്പെടുന്നു, അത്തരം ആളുകളെ നമ്മുടെ വഴികളിലേക്ക് നാം നയിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന, ആദർശഭ്രമം സംഭവിക്കുന്ന അല്ലെങ്കിൽ ഭ്രംശം സംഭവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയില്ല. മറിച്ച് വളരെ കൃത്യമായി അവനെ അള്ളാഹു മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ആ രംഗത്തെ വിശ്വാസത്തോടു കൂടി ഇങ്ങനെയുള്ള ജിഹാദിൽ ഏർപ്പെടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥന, അത് വലിയ ഒരു ആയുധമാണ്. ഇന്ന് ഒരേ സമയം തന്നെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുകളയാൻ സാധിക്കുന്ന മാരകമായ ആയുധ ശേഖരങ്ങളുള്ള ഒട്ടേറെ രാജ്യങ്ങളുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രാർത്ഥന ഈ ആയുധങ്ങളൊക്കെ തന്നെ തോൽപ്പിക്കത്തക്ക രീതിയിൽ കൂടുതൽ ശക്തമായതാണ്. ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഗസയിലെ ആളുകൾ പീഡിപ്പിക്കപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്ത സന്ദർഭത്തിൽ മസ്ജിദുൽ ഹറമിലെ ഇമാം പ്രാർത്ഥിച്ചപ്പോൾ ചില ആളുകളെങ്കിലും പരിഹസിക്കുകയുണ്ടായി. എങ്ങനെയാണ് ഈ പ്രാർത്ഥന കൊണ്ട് എന്ത് ഉപകാരമാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ തന്നെയാണ് അവിടെ സഹായകമായി വരുന്നത്. അള്ളാഹുവിന്റെ ചില നടപടിക്രമങ്ങൾ ഉണ്ടാവും. ആ നടപടിക്രമങ്ങൾ ഏത് രീതിയിലാണ് എന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കുക സാധ്യമല്ല. ഇവിടെ നമുക്കറിയാം, ഇന്ന് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഗസ അത് അവരുടെ വിശ്വാസം, ധാർമ്മികത സമൂഹത്തിനും ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെടുന്നതോടൊപ്പം തന്നെ അപമാനിക്കപ്പെട്ടത് ഇസ്രായേൽ നെതന്യാഹുവിനെ പോലെയുള്ള ഭീകരന്മാർ, ലോകത്ത് തന്നെ ഏറ്റവും വലിയ തീവ്രവാദികൾ എന്ന് അഭിസംബോധന ചെയ്യപ്പെടേണ്ടത് അവരാണ്. നമുക്കറിയാം അവർ എത്രത്തോളം അപമാനിക്കപ്പെട്ടു എന്നുള്ളത്. ലോകത്തെ ഒരു പ്രമുഖ രാഷ്ട്രം അവർ പറഞ്ഞത്, നെതന്യാഹു ഈ രാജ്യത്ത് ഇറങ്ങിയാൽ ഞങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ വാർത്തകളിലൊക്കെ മറ്റൊക്കെ കേട്ടതാണ്. വലിയ ഒരു പറ്റം ആളുകൾ പ്രസംഗത്തിന് എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ എഴുന്നേറ്റ് പോകുന്ന രാഷ്ട്ര തലവന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ അപമാനിക്കപ്പെടുന്നത്. ഒരിക്കലും മുസ്ലിങ്ങൾ അവിടെ അപമാനിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അവർ കൂടുതൽ അജയ്യതയാണ് ഇതിലൂടെ തന്നെ സംഭവിച്ചത്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഏതെങ്കിലും നിലക്ക് ആരെങ്കിലും വിമർശിക്കുന്നതോടൊപ്പം വിമർശിക്കുന്ന സന്ദർഭത്തിൽ അതിൽ ഒരു അപമാനബോധം തോന്നുകയോ അല്ലെങ്കിൽ ഞാൻ ഈ സമൂഹത്തിലാണല്ലോ നിലകൊള്ളുന്നത് എന്ന ചിന്തയല്ല, മറിച്ച് അവിടെ അഭിമാനബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ആ അഭിമാനബോധം ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയുള്ള വിശ്വാസവും അതോടൊപ്പം തന്നെ ആ മാർഗത്തിൽ പ്രവർത്തിക്കുവാനുള്ള ആർജവത്വവും അതോടൊപ്പം തന്നെ നിരന്തരമായ പ്രാർത്ഥനയും ഉണ്ടാവേണ്ടത്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയെ മുന്നോട്ട് നയിക്കുന്നതിന്റെ ഏറ്റവും വലിയ ആയുധം അത് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, "ഖുൽ പ്രവാചകനെ താങ്കൾ പറയുക, ലാ യഅ്ബഉ മാ യഅ്ബഉ ബികും റബ്ബി ലൗലാ ദുആഉ." നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ എൻ്റെ രക്ഷിതാവ് ഒരിക്കലും നിങ്ങളെ പരിഗണിക്കുക തന്നെയില്ല. നാം അല്ലാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നത് നമ്മുടെ പ്രാർത്ഥന എന്ന ആയുധത്തിലൂടെയാണ്. ജീവിതത്തിന്റെ ഏത് നിമിഷങ്ങളിൽ നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നമസ്കാര വേളയിലും അതുപോലെ തന്നെ അതിനുശേഷമുള്ള പ്രാർത്ഥനകൾ നമ്മൾ പതിവാക്കുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ മറ്റു സന്ദർഭങ്ങളിലും പ്രാർത്ഥനകളിൽ ഒഴുകുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അത് ഏറ്റവും പ്രതിഫലാർഹമായ കാര്യമാണ്. ആ പ്രാർത്ഥന പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിനോട് മാത്രമായിരിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വിശ്വാസത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീർണതകൾ അല്ലെങ്കിൽ ആ വിശ്വാസത്തിനെ കോട്ടം തട്ടത്തക്ക രീതിയിലുള്ള വിശ്വാസ ആചാരങ്ങൾ വെച്ച് പുലർത്തി അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുന്നതിൽ പ്രത്യേകമായ കാര്യമില്ല എന്ന തിരിച്ചറിവ് സമൂഹത്തിനുണ്ടാവേണ്ടത്. നമ്മൾ ആലോചിച്ചു, പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളുകൾ തന്നെ ഈ പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കുകയും എന്നാൽ ആ സൃഷ്ടാവിലേക്ക് കൈകൾ ഉയർത്തുന്നതിന് പകരം ആ സൃഷ്ടാവിന്റെ അടിമകളായ ആളുകളുടെ ശവകുടീരങ്ങളിൽ മറ്റും പോയി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ദുരവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ
മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തൗഹീദിൽ വരുന്ന കളങ്കമാണ്. ആ കളങ്കം മറ്റു രംഗത്തുള്ള പരാജയത്തിന് കാരണമാകുമെന്ന തിരിച്ചറിവ് വിശ്വാസി സമൂഹത്തിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും നിലക്കുള്ള ഒരു പ്രചാരം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത് വളരെ കൃത്യമായി മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മുസ്ലിം സമുദായത്തെ മുന്നോട്ട് നയിക്കത്തക്ക രീതിയിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, വിശ്വാസം, അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുവാനുള്ള സന്നദ്ധത, അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന, ഇതുണ്ടാകുന്നതോടുകൂടി ഇങ്ങനെയുള്ള പ്രചാരങ്ങളെ അതിനെതിരെ പ്രവർത്തിക്കുവാനുള്ള ഒരു ആത്മബോധം വിശ്വാസി സമൂഹത്തിൽ ഉണ്ടാകുന്നതാണ്. അങ്ങനെ ആത്മബോധമുള്ള, അങ്ങനെ അതിൽ ഉറച്ച ദൃഢവിശ്വാസമുള്ള, അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുന്ന പ്രാർത്ഥിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ്. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. സത്യവിശ്വാസികൾ ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമവിധികൾ ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെങ്കിൽ എല്ലാവരെയും ഉണർത്തുകയാണ്. നമ്മുടെ ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ജിഹാദ് അത് എല്ലാ കാലഘട്ടത്തിലും അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. യുദ്ധം എന്നതിനെ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്ന പദം ഖിതാലാണ്. എന്നാൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ നാം ചെയ്യേണ്ട ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ച് വളരെ കൃത്യമായി അറിയുക എന്നുള്ളതാണ്. ഇസ്ലാം വിമർശിക്കപ്പെടുന്ന ചില പ്രത്യേക മേഖലകളുണ്ട്. പലപ്പോഴും അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. അവരുടെ വസ്ത്രധാരണ രീതി, പർദാ സമ്പ്രദായം, അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ അനന്തരാവകാശം, ബഹുഭാര്യം തുടങ്ങിയ കാര്യങ്ങളാണ് പലപ്പോഴും ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ കൂടുതൽ എടുത്തു കാണിക്കുന്ന ചില കാര്യങ്ങൾ. അതിനെ വളരെ കൃത്യമായി യുക്തിപൂർവം പഠിക്കുകയും പഠനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയുവാനും അതിൽ നിന്ന് പിന്തിരിയുവാനും സാധിക്കും. വളരെ രൂക്ഷമായ രീതിയിൽ മുസ്ലിങ്ങളെ വിമർശിച്ച ചില ആളുകൾ തന്നെ പിൽക്കാലത്ത് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാതെയാണ് അന്ന് അത്തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തി എന്ന് പ്രമുഖരായ ചില ആളുകൾ പിന്നീട് പറഞ്ഞതായി എഴുതിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ച് വളരെ കൃത്യമായി പഠിക്കുക എന്നുള്ളത്. അങ്ങനെ പഠിച്ചാൽ ഇത് എന്താണ് എന്ന് ബോധ്യപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അപകർഷതാബോധത്തിന് ഒരു ഇടവുമില്ല. പ്രത്യേകിച്ച് അനന്തരാവകാശ നിയമങ്ങൾ, അതുപോലെ തന്നെ വസ്ത്രധാരണ രീതി, നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആലോചിച്ചപ്പോൾ അനന്തരാവകാശ നിയമങ്ങളെ കുറിച്ച് പഠിക്കുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിൽ വിശുദ്ധ ഖുർആൻ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ വളരെ കൃത്യമായി സ്ത്രീക്ക് ഓഹരി ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും. ഓഹരി ഉണ്ട് എന്ന് മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ പുരുഷന്മാരെ മാറ്റി നിർത്തി സ്ത്രീകൾക്ക് മാത്രം അനന്തരാവകാശം ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ചിലപ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിൽ ലഭിക്കുന്ന അവസരമുണ്ട്. അപ്രകാരം തന്നെ ചില സന്ദർഭങ്ങളിൽ പുരുഷന് തുല്യമായി ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ പഠന വിധേയമാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇങ്ങനെ വിമർശിക്കുന്ന ആളുകൾ പലപ്പോഴും ചിന്തിക്കുന്നത് പെൺമക്കൾക്ക് ഏത് രീതിയിലുള്ള അവകാശമാണ് ലഭിക്കേണ്ടത്, അവർക്ക് ഏത് രീതിയിലുള്ള ഓഹരിയാണ് ലഭിക്കുന്നത് എന്ന് മാത്രമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടുംബം എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളുടെ ഭാര്യ, അതുപോലെ തന്നെ അയാളുടെ മക്കൾ മാത്രമല്ല, അയാളുടെ ജ്യേഷ്ഠാനുജന്മാർ, അതുപോലെ തന്നെ പിതാമഹന്മാർ, അവരൊക്കെ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. അനന്തരാവകാശ സന്ദർഭത്തിൽ അവർക്കൊക്കെ തന്നെ കൃത്യമായ ഓഹരികൾ വിശുദ്ധ ഖുർആൻ നിശ്ചയിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് അതിന്റെ വിശാലത നമുക്ക് ബോധ്യപ്പെടുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അനന്തരാവകാശ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന സന്ദർഭത്തിൽ അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അനന്തരാവകാശങ്ങളോ മറ്റോ ലഭിക്കാത്ത, അല്ലെങ്കിൽ പിതാവ് വിട്ടേച്ചു പോകുന്ന സമ്പത്തിന്റെ ഒരു വിഹിതവും അവർക്കില്ലാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു. ജാഹിലിയ്യ കാലഘട്ടത്തിലെ പല ആളുകളും ഇസ്ലാം ഇങ്ങനെ അനന്തരാവകാശ നിയമം അത് ഉണ്ടായ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് അത്ഭുതപ്പെടുകയും സമൂഹത്തിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അനന്തരാവകാശമോ എന്ന് അത്ഭുതപ്പെട്ട സാഹചര്യമുണ്ടായി. അതായത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇസ്ലാം കൂടുതൽ പരിഗണനയാണ് ഈ വിഷയത്തിലൊക്കെ നൽകുന്നത്. ഈ കാര്യങ്ങൾ നമ്മുടെ സമൂഹം അറിയേണ്ടത്. ഇസ്ലാമിനെ കുറിച്ച്, അതിൻ്റെ അടിസ്ഥാന ആശയങ്ങളെ കുറിച്ച്, അതിൻ്റെ വിശ്വാസ ദർശനങ്ങളെ കുറിച്ച്, അതിൻ്റെ കർമ്മ പദ്ധതികളെ കുറിച്ച്, ആചാരങ്ങളെയും സമ്പ്രദായങ്ങളെ കുറിച്ച്
അറിവായ എന്നുള്ള ഏറ്റവും വലിയ കാര്യമാണ്. അത് മറ്റുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുക എന്നുള്ളത്. അതാണ് നമ്മുടെ കാലഘട്ടത്തിൽ നാം ചെയ്യേണ്ട ഏറ്റവും വലിയ ജിഹാദ്. പലപ്പോഴും ഈ ജിഹാദ് ചെയ്യുന്നതിൽ നമ്മളൊക്കെ പിന്നാക്കമാണ്. നമ്മുടെ കുട്ടികൾ വളരെ ചെറുപ്പ കാലഘട്ടത്തിൽ അവർക്ക് കൃത്യമായ ബോധം വരുന്നതിന് മുമ്പാണ് നാം അവരെ മദ്രസയിൽ പറഞ്ഞയക്കുന്നത്. അവിടെ പഠിപ്പിക്കപ്പെടുന്നത് അടിസ്ഥാന വിശ്വാസങ്ങളാണ്, അതോടൊപ്പം തന്നെ ചില കർമ്മങ്ങളുമാണ്, ചില ഫിഖ്ഹിയായ കാര്യങ്ങളാണ്. എന്നാൽ ഈ കുഞ്ഞുങ്ങൾ വളർന്ന് ബോധം വരുന്ന സന്ദർഭത്തിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൃത്യമായ ചിന്താശേഷി വരുന്നത് 12 വയസ്സിന് ശേഷമാണ് എന്ന് ആധുനിക സൈക്കോളജി പറയുന്നുണ്ട്. അതിനു മുമ്പ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇറാഷണൽ തോട്ട്സ് മാത്രമാണ്. അങ്ങനെ ഒരു ബോധം വരുന്ന സന്ദർഭത്തിൽ അത് ഒരു 7ാം ക്ലാസ് അല്ലെങ്കിൽ 6ാം ക്ലാസ്സിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ്. ഇതിനു മുമ്പേ നമ്മുടെ മദ്രസ പഠനം പൂർത്തീകരിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഒരു യുക്തിചിന്ത ഉണ്ടാകുന്ന ഘട്ടത്തിന് ശേഷം കുട്ടികൾ കേൾക്കുന്നത് പലപ്പോഴും ഇസ്ലാമിനെ കുറിച്ചുള്ള വിമർശനങ്ങളാണ്. പലപ്പോഴും അവർക്ക് എത്തിപ്പെടുന്നത് ഇങ്ങനെയുള്ള ഏത്യസ്റ്റുകളുടെ നടുവിലായിരിക്കാം. ഏതെങ്കിലും ഹോസ്റ്റലുകളും മറ്റൊക്കെ ആണെങ്കിൽ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകുന്ന കുട്ടികളോടൊപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ കേൾക്കുന്നതിൽ കൂടുതലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നാം പറഞ്ഞ രീതിയിൽ കുട്ടി ചിന്തിക്കുകയും അങ്ങനെ അതൊരു അപമാനമായി കാണുകയും തൻ്റെ മാതാപിതാക്കൾ നിർവഹിക്കുന്ന ആരാധനാ കർമ്മങ്ങളോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസ ആചാരങ്ങളെ കുറിച്ച് ഒരു തരത്തിലുള്ള പുച്ഛം തോന്നുകയും ചെയ്യുക സ്വാഭാവികമാണ്. ഇവിടെ വളരെ കൃത്യമായി അറിവ് ആർജിക്കുവാനുള്ള സന്നദ്ധത നാം ഓരോരുത്തരും പ്രകടിപ്പിക്കേണ്ടത്. നമ്മൾ ആലോചിച്ചു ഈ ഖുർആൻ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഇസ്ലാമിനെ കുറിച്ചുള്ള വളരെ കൃത്യമായ ക്ലാസ്സുകൾ അവിടെയൊക്കെ കൂടുതൽ പങ്കെടുക്കാറുണ്ട്. സ്ത്രീകൾ വീട്ടിൽ പ്രത്യേക ജോലി ഇല്ലാത്തതുകൊണ്ട് അവരെ നമ്മൾ പറഞ്ഞേക്കും. പുരുഷന്മാർ വളരെ കുറവാണ്, 1-2 ആളുകളായിരിക്കും അവിടെ പങ്കെടുക്കുന്നത്. ഇസ്ലാം അതിനെക്കുറിച്ച് വളരെ കൃത്യമായി അറിയുക എന്നുള്ളത് ഇസ്ലാമിലുള്ള ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ്. സ്ത്രീകൾക്ക് മാത്രമല്ലാതെ അറിയേണ്ടത് നമ്മൾ പുരുഷന്മാരും അറിയേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെ അത് വളരെ കൃത്യമായി അറിയിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. ആ കാര്യങ്ങൾ ഉപയോഗിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ വലിയ പരാജയം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച രീതിയിൽ മാനസികമായ ഒരു തരത്തിലുള്ള അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു ആത്മാഭിമാന ബോധമില്ലാത്ത അവസ്ഥ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് മതത്തെക്കുറിച്ച് കൂടുതൽ അറിയുക, പഠിക്കുക എന്നുള്ളത് നാം ചെയ്യുന്ന ഏറ്റവും വലിയ ജിഹാദാണ്. അതോടൊപ്പം തന്നെ നാം അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അറിവിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മനപ്പാഠമാക്കപ്പെടുന്ന ജ്ഞാനമല്ല യഥാർത്ഥത്തിൽ അറിവ്. അറിവ് എന്ന് പറഞ്ഞാൽ ഇന്നമൽ ഇൽമു മാ നഫഅ. അറിവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപകാരം ലഭിക്കപ്പെടുന്നതോ അതാണ്. ഒരാൾ വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കി, അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോഴ്സ്, ഇപ്പൊ MBBS ആവട്ടെ, BDS ആവട്ടെ, അങ്ങനെ ഏതെങ്കിലും കോഴ്സ്, പക്ഷെ അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഉപകാരമൊന്നുമില്ല. ഖുർആൻ മനപ്പാഠമാണ്, അതിന്റെ ആശയങ്ങൾ അറിയാം, പക്ഷെ ഒരാളോടും അദ്ദേഹം സംസാരിക്കുകയോ അതിനെക്കുറിച്ച് പറയുകയോ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ കോഴ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കോഴ്സിലൂടെ അയാൾക്ക് ലഭിച്ച വിവരം സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെലവഴിക്കപ്പെടുന്നില്ല. MBBS കഴിഞ്ഞ ഒരു കുട്ടി വീട്ടിൽ അകത്ത് കഴിയുന്നു, ആ ഒരു ക്ലിനിക്ക് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി ചികിത്സ ചെയ്യുന്നതിന് ആ അറിവുകൊണ്ട് പ്രത്യേകമായ ഒരു കാര്യവുമില്ല. ഇസ്ലാമിനെ കുറിച്ച്, മുസ്ലിങ്ങളെ കുറിച്ച് അതിന്റെ അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തി മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് ജീവിതത്തിലൂടെ പ്രകടമായി കാണാൻ കഴിയുന്നില്ല എങ്കിൽ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അതുകൊണ്ട് പ്രത്യേകമായ ഒരു ഗുണവുമില്ല. ലൈസൽ ഇൽമു മാ ഹുഫിള. മനപ്പാഠമാക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെക്കപ്പെടുന്ന അറിവല്ല യഥാർത്ഥത്തിൽ അറിവ്. അറിവ് എന്ന് പറഞ്ഞാൽ ഇന്നമൽ ഇൽമു മാ നഫഅ. മറ്റുള്ളവർക്ക് എന്ത് ഉപകാരമാണോ ഒരാളുടെ അറിവിലൂടെ ലഭിക്കുന്നു, അതാണ് യഥാർത്ഥത്തിൽ അറിവ്. അപ്പൊ ഇസ്ലാമിനെ കുറിച്ച് വളരെ കൃത്യമായി നാം പഠിക്കുന്നു. നാം പഠിക്കുന്ന കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒരാൾ അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ വിമർശിക്കുമ്പോൾ നീ വിചാരിക്കുന്നത് പോലെയല്ല അതിൻ്റെ കാര്യം, അത് ഇന്ന രീതിയിലാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ അവർ ഗണ്ണിക്കുവാൻ സാധിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. ബഹുഭാര്യത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിവാഹമോചനത്തെക്കുറിച്ച്, മുത്തലാഖ് മറ്റൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ വസ്തുത സമൂഹത്തിന് അറിയില്ല. പലപ്പോഴും വീട്ടിലെ മതവും നാട്ടിൽ നടക്കുന്ന മതവും മറ്റൊരു രീതിയിലാണ്. നാട്ടിൽ പലപ്പോഴും ഒരാൾ ദേഷ്യത്തോടു കൂടി ഞാൻ നിന്നെ 3 മൊഴിയും ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിവാഹമോചനം സംഭവിക്കുമെന്നാണ് കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി അതിൻ്റെ സ്റ്റെപ്പുകളും അതിൻ്റെ രീതികളും പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് വിവാഹമോചനം നടക്കുക എന്നുള്ളത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതിനെ കുറിച്ച് നമുക്കറിയില്ല എങ്കിൽ മറ്റൊരാൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾ വിമർശിക്കുമ്പോൾ, ഇസ്ലാമിനെ വളരെ മോശമാക്കി ചിത്രീകരിക്കുന്ന സന്ദർഭത്തിൽ നമുക്കത് അറിയില്ല എങ്കിൽ ഇയാൾ പറയുന്നത് ശരിയാണല്ലോ എന്ന് ചിന്തിക്കാൻ, ഇത് തെറ്റാണല്ലോ എന്ന് നമ്മൾ ആലോചിക്കുവാൻ, അങ്ങനെ
ഒരു തരത്തിലുള്ള മാനസികമായ അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു ആത്മാഭിമാനമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാക്കുക എന്നത്. അത് മനസ്സിലാക്കുവാൻ, വായിക്കുവാൻ, പഠിക്കുവാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ എത്ര സമയമാണ് സോഷ്യൽ മീഡിയയിൽ മറ്റും ചെലവഴിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചെലവഴിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കി എന്ത് ഉപകാരമാണ് സമൂഹത്തിന് അതുകൊണ്ട് ലഭിക്കുന്നത്. നേരത്തെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഇന്നമൽ ഇൽമു മാ നഫഅ, ഉപകാരം ലഭിക്കുന്ന അറിവ്. പലപ്പോഴും തമാശകളാകാം, അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന മറ്റേതെങ്കിലും കാര്യങ്ങളാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയമാകാം. അങ്ങനെയൊക്കെയാണ് നാം ഫോർവേഡ് ചെയ്യുന്നത്. ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് ഉപകാരം ലഭിക്കത്തക്ക രീതിയിൽ എന്ത് പ്രവർത്തനമാണ് ഈ മതത്തോട് നാം കാണിക്കുന്നതെന്ന് നാം ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ ഒരിക്കൽ കൂടി സൂചിപ്പിക്കും, നമുക്ക് ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ജിഹാദി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ വളരെ കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ വിമർശകരോട് സംവദിക്കുവാൻ, കൃത്യമായി അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. അതിലൂടെ ഇസ്ലാം അജയ്യമാക്കുകയാണ്. നമ്മുടെ ആത്മബോധം ഉയരുകയാണ്, നമ്മുടെ അഭിമാനബോധം ഉയരുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഔന്നിത്യമുള്ളവർ. ആ ഔന്നിത്യം നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് ആ ജിഹാദിൽ ഏർപ്പെടുവാൻ നമ്മളൊക്കെ സന്നദ്ധമാകുക. അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുവാൻ. മതം വളരെ കൃത്യമായി അറിയുന്ന, പഠിക്കുന്ന, അത് ജീവിതത്തിൽ പുലർത്തുന്ന ഇതരരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന വിശ്വാസി സമൂഹത്തിൽ നമ്മെ ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാൻ. നമ്മുടെ ഈ പള്ളിയുടെ ഒരു അഭ്യുദയകാംക്ഷി കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന് വേണ്ടി നാം ഏവരും പ്രാർത്ഥിക്കുക. അദ്ദേഹത്തെയും നമ്മയും നാളെ അല്ലാഹു ദിവസം ഒരുമിച്ച് കൂട്ടി വരികയും നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم